ആശങ്ക ഉയർന്ന ചരക്ക് കപ്പലിലെ തീ നിയന്ത്രിക്കാനുള്ള തീവ്ര ശ്രമം ഇപ്പോഴും തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തീവ്ര ശ്രമം ഇപ്പോൾ തുടരുന്നത് നമ്മുടെ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡുമാണ്. കാണാതായ 4 പേർ, ആകെ 22 പേരായിരുന്നു ഈ കപ്പലുണ്ടായിരുന്നത്. അതിൽ 18 പേർ ചാടി രക്ഷപ്പെട്ടു. അതിൽ 4 പേരെ കാണാനില്ല. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അവർ കപ്പലിലുണ്ടോ എന്ന് നോക്കാൻ കഴിയാത്തതിൽ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുമോ എന്ന ഭയം കൊണ്ട് കപ്പലിനകത്ത് പരിശോധിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എങ്കിലും തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു. മംഗളൂരുവിൽ ചികിത്സയുള്ള 2 ജീവനക്കാരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്നാണ് നമ്മുടെ പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്വാസകോശത്തിനുൾപ്പെടെ പൊള്ളലേറ്റുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. തീപിടിച്ച MV വാൻഖായ് 503 കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിയാൻ സാധ്യതയുണ്ട് ഈ കപ്പലിൽ നിന്ന്. അതും ഒരു വലിയ ആശങ്കയായി പടരുകയാണ്. ഇപ്പോൾ ബേപ്പൂർ തുറമുഖത്ത് നിന്ന് B ദിലീപ് കുമാർ, ദീപക് തർമണം, അതുപോലെ മുംബൈയിലെ നവഷേവ തുറമുഖത്ത് നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ, മംഗളൂരുവിൽ നിന്ന് അരുൺ പാറക്കൽ എന്നിവർ തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. യഥാർത്ഥത്തിൽ ഒരു സുപ്രഭാതം പറയാനുള്ളൊരു അവസ്ഥയല്ല. നമ്മുടെ മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ തീരദേശത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക പടരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാര്യം ഒരു ആശങ്കയുടെ കാർമേഘങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പേ തന്നെ അടുത്ത ആശങ്കയുടെ തിരമാലകൾ അടിച്ചു കയറുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായ കാര്യം. ആദ്യം മുംബൈയിലേക്ക് ശ്രീനാഥ് ചന്ദ്രൻ നവഷേവ തുറമുഖത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. കൊളംബോയിൽ നിന്ന് യാത്ര തിരിച്ച ഈ കപ്പൽ നവൈ മുംബൈയിൽ എത്തേണ്ടതായിരുന്നു. ശ്രീനാഥ്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ഇന്ന് രാവിലെ ഈ തീപിടിച്ച കപ്പൽ യഥാർത്ഥത്തിൽ അതിന് അങ്ങനെ ഒരു അപകടം ഉണ്ടായില്ലെങ്കിൽ ഇവിടെ എത്തേണ്ടതായിരുന്നു. ഈ തുറമുഖത്തെത്തി അതിൻ്റെ കണ്ടെയ്നറുകൾ ഇറക്കുകയും പുതിയ കണ്ടെയ്നറുകൾ കയറ്റുകയും ഒക്കെ ചെയ്യേണ്ടതായിരുന്നു. ഞാനിപ്പോൾ രാവിലെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച, ഇവിടെ ഈ തുറമുഖം ഏതായാലും സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു. ഇവിടെ വാൻഹായ് 377 എന്ന അതായത് അപകടത്തിൽപ്പെട്ട കപ്പൽ കമ്പനിയുടെ മറ്റൊരു കപ്പൽ ഇവിടെ തുറമുഖത്ത് കണ്ടെയ്നറുകൾ ഇറക്കുകയും പുതിയത് കയറ്റുകയും ഒക്കെ തന്നെ ചെയ്യുന്നു. അപകടത്തിൽപ്പെട്ടത് ഏതാണ്ട് 20 വർഷം പഴക്കമുള്ള കപ്പലാണ്. ഇത് ഏതാണ്ട് 1 വർഷത്തിൽ താഴെ മാത്രം കാലാവധി ആവുന്നതേയുള്ളൂ. ഏതായാലും ആ തരത്തിൽ സിംഗപ്പൂരിൽ നിന്നുള്ള ഇതേ കപ്പൽ കമ്പനിയുടെ ഒരു കപ്പൽ ഇവിടെ സജീവമായി തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഏതായാലും മുംബൈ തുറമുഖത്ത് കാര്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു നീക്കങ്ങളില്ല. പക്ഷേ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഭൗമശാസ്ത്ര മന്ത്രാലയത്തിൻ്റെ ഈ സമുദ്രത്തിലെ വിവരങ്ങൾ കൈമാറുന്ന ഏജൻസി അത് ഇന്നലെ ഈ കണ്ടെയ്നറുകൾ, കടലിൽ പതിച്ച രാസവസ്തുക്കൾ, കണ്ടെയ്നറുകൾ അതൊക്കെ എങ്ങോട്ട് നീങ്ങും എന്ന കാര്യത്തിൽ ഒരു വിവരം ഇന്നലെ രാത്രിയോടെ പങ്കുവച്ചിരുന്നു. ഇന്നലെ രാത്രി ഞാൻ അവിടെയുള്ള ശാസ്ത്രജ്ഞരുമായി സംസാരിച്ചതാണ്. ഇന്ന് രാവിലെ ഒന്നുകൂടി വിശദമായി പരിശോധിച്ച ശേഷം പുതിയ ഒരു അപ്ഡേറ്റ് കൂടി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ അവരുടെ അനുമാനപ്രകാരം അടുത്ത 3 ദിവസമെങ്കിലും ഈ കടലിൽ പതിച്ചിട്ടുള്ള കണ്ടെയ്നറുകൾ, ഏതാണ്ട് 25 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ട്. അതിൽ പലതിലും രാസവസ്തുക്കളും മറ്റുമാണ് ഉള്ളത്. അത് അടുത്ത 3 ദിവസം തെക്ക് കിഴക്കായി ഒഴുകും. അതായത് കടലിൽ നിന്ന് കൊച്ചിക്കും കോഴിക്കോടിനും ഇടയിൽ ഭാഗത്തേക്ക് അത് ഒഴുകിയെത്തും എന്നതാണ് അറിയുന്നത്. അത് ഉടനെ കരയിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. 3 ദിവസത്തിനപ്പുറം അത് പതിയെ കരയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നതാണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. ഈ കരയിലേക്ക് എത്തുന്ന ഈ മേഖലയിലുള്ള സർക്കാർ സംവിധാനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു അനുമാനം നടത്തുന്നതും അതേക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഏജൻസി കൈമാറുകയും ചെയ്യുന്നത്. ഏതായാലും അടുത്ത 3 ദിവസം ഈ തരത്തിൽ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ കടലിൽ പടർന്നിട്ടുള്ള എണ്ണ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കടൽ ജീവജാലങ്ങൾക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതും ഇതേ പാതയിൽ തന്നെയാണ് സഞ്ചരിക്കുക എന്ന വിവരം കൂടി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ തയ്യാറെടുപ്പുകൾ സർക്കാർ സംവിധാനങ്ങൾക്ക് നടത്താനുള്ള മുന്നറിയിപ്പുകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഒരിക്കൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ അവർ നടത്തുകയും ചെയ്യും. അതിനുശേഷം കേന്ദ്ര ഭൗമ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം ലഭിക്കുകയും ചെയ്യും. SKN. ഓക്കെ, മുംബൈ നവഷേവ തുറമുഖത്തു നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ.